വായന നമ്മെ കുടിയേറ്റക്കാരാക്കുന്നു. അത് നമ്മളെ വീടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനം അത് നമുക്കായി വീടുകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വായനക്കാരെ അവരെ ഒത്തുചേർത്തുകൊണ്ട് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തനവുമായി ഒത്തുചേർന്നിട്ടുള്ള ഒരു സായാഹ്നം ആ വായനക്കാർക്ക് ആ നാട്ടിലുണ്ടാകുന്ന ഒരു പുത്തൻ ഉണർവ്. അപ്പം നമ്മളെ അനുഭവം എന്താ പറഞ്ഞാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോഴും ഈ പരിപാടിയിൽ വേണ്ടത്ര വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം. അതാണ് എന്തൊക്കെ പറഞ്ഞാലും പഴയ തലമുറ വന്നാടെ ഇരിക്കുന്നുണ്ട്, സ്ത്രീകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു തുടക്കമുണ്ട്. അപ്പോൾ ആ തുടക്കം ചിലപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞതാകാം, അല്ലെങ്കിൽ വളരെ സ്വീകാര്യത കിട്ടിയതൊന്നായിരിക്കാം. പ്രത്യേകിച്ച് അത് നാട്ടിൻ പുറങ്ങളിലാണ് തുടങ്ങുന്നത്. പുഴയോര ചർച്ചയാണെങ്കിലും പീടിക ചർച്ചയാണെങ്കിലും വീട്ടുമുറ്റ ചർച്ചയാണെങ്കിലും നാട്ടുണർവൊക്കെ ആണെങ്കിലും എന്തായാലും നാട്ടുകാരുടെ ഇടത്തേക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുപോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബ്രിട്ടീഷ് നോവലിസ്റ്റായ ജീൻ റൈസിൻ്റെ ഒരു കോട്ടുണ്ട്: റീഡിംഗ് മേക്സ് ഇമിഗ്രൻസ് ഓഫ് അവർ സോൾ. ഇറ്റ് ടേക്ക് us away from home, but most important, it finds home for everyone. വായന നമ്മെ കുടിയേറ്റക്കാരാക്കുന്നു. അത് നമ്മളെ വീടുകളിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനം അത് നമുക്കായി വീടുകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് വീടുകൾ കണ്ടെത്തുന്ന 4 പേരാണ് സർഗാത്മകതയുടെ നാട്ടിടവഴികൾ എന്ന ഈ ഒരു സെഷനിൽ നമ്മളുടെ കൂടെയുള്ളത്. ഒരു പുസ്തകം, അതിൻ്റെ എഴുത്തുകാരൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യലോകം എന്ന് പറയുന്നത് വിശാലമായൊരു സാഹിത്യലോകമാണ്. അവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ കൂട്ടിമുട്ടിക്കുകയും അവരെ അവിടേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ അന്നന്നത്തെ ജീവിത പ്രാരാബ്ധങ്ങളും ഓട്ടപ്പാച്ചിലുകളും ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാനും അതിൻ്റെ ചർച്ചകളിൽ ഭാഗമാകാനും അതിൻ്റെ എഴുത്തുകാരുമായിട്ട് സംവദിക്കാനും ഒക്കെ അവസരം കിട്ടുകയും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്. അങ്ങനെ ആ ദൗത്യം ഏറ്റവും ഭംഗിയായി ഏറ്റവും വിജയകരമായി കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കെപ്പോഴും എഴുത്തുകാരനെയും സാഹിത്യ ലോകത്തെയും പരിചയം ഉണ്ടാവും. പക്ഷെ അത് വായിക്കുന്ന മനുഷ്യരുമായിട്ട് നമ്മൾ അത്ര അടുപ്പുണ്ടാവില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ വായനാ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം 4 പേരോടും ഒരുപോലെ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്: എല്ലാ കാര്യത്തിനും ഒരു തുടക്കമുണ്ട്. അപ്പോൾ ആ തുടക്കം ചിലപ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞതാകാം, അല്ലെങ്കിൽ വളരെ സ്വീകാര്യത കിട്ടിയതൊന്നായിരിക്കാം. പ്രത്യേകിച്ച് അത് നാട്ടിൻ പുറങ്ങളിലാണ് തുടങ്ങുന്നത്. പുഴയോര ചർച്ചയാണെങ്കിലും പീടിക ചർച്ചയാണെങ്കിലും വീട്ടുമുറ്റ ചർച്ചയാണെങ്കിലും നാട്ടുണർവൊക്കെ ആണെങ്കിലും എന്തായാലും നാട്ടുകാരുടെ ഇടത്തേക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം കൊണ്ടുപോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത്? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെങ്ങനെയാണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നത്? അതിൻ്റെ കൂടെ തന്നെ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രം എന്നതുപോലെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കൊണ്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ വായനാ സംസ്കാരത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി വായനാ സമൂഹത്തെ അടുത്തറിയുന്നു എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്: കേരളത്തിലെ വായനാ സംസ്കാരം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇത് എല്ലാവരോടുള്ള ചോദ്യമാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രസാദ് മാഷ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ ഈ കൈരളി സാംസ്കാരികോത്സവത്തിൽ ഇങ്ങനൊരു സെഷൻ ഉൾപ്പെടുത്തിയതിൽ ഇതിൻ്റെ സംഘാടകരെ അനുമോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ലിറ്റററി ഫെസ്റ്റിവലുകൾ ഒട്ടേറെ നടക്കുന്നുണ്ട്. അവിടെ പലപ്പോഴും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ളൊരു സംവേദനമാണ് അവിടെ നടക്കുക കൂടുതലും. ഇവിടെ ഇപ്പം ഞങ്ങൾ 4 പേര് ബേസിക്കലി ഇവിടെ സൂചിപ്പിച്ച പോലെ സംഘാടകർ എന്ന നിലയിൽ നാട്ടിൻ പുറത്ത് എഴുത്തുകാർക്കും അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർക്കും നാട്ടിലെ സാധാരണ വായനക്കാർക്കും അല്ലെങ്കിൽ ആളുകൾക്കും ഇടയിൽ മീഡിയേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു സെഷൻ ഇവിടെ ഏർപ്പെടുത്തിയ ഈ കൈരളിയുടെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സാഹിത്യ ഫെസ്റ്റിവലിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയങ്ങൾ ഒരുപക്ഷെ ജനങ്ങളിൽ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടാവാം, അതിൻ്റെ സാധ്യതകളും പരിമിതികളും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരം ആശയങ്ങൾ ഒരുപക്ഷെ ജനങ്ങളിലേക്ക് വേണ്ട തരത്തിൽ എത്തുന്നുണ്ടോ എന്നൊരു സംശയം നിൽക്കുമ്പോൾ നാട്ടിലുള്ള ഇത്തരം ജനകീയ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം എന്നത് സാഹിത്യത്തിൻ്റെ ഒരു ജനകീയ അടിത്തറ അതിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വായനക്കാരെ അവരെ ഒത്തുചേർത്തുകൊണ്ട് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തനവുമായി ഒത്തുചേർന്നിട്ടുള്ള ഒരു സായാഹ്നം അല്ലെങ്കിൽ ഒരു ദിവസം അവരുമായി
സ്പെൻഡ് ചെയ്യുമ്പോൾ ആ വായനക്കാർക്ക് ആ നാട്ടിലുണ്ടാകുന്ന ഒരു പുത്തൻ ഉണർവ്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഞങ്ങളുടെ വീട്ടുമുറ്റ ചർച്ച, സാഹിത്യ ചർച്ച എന്ന് പറയുന്നത്, ഞങ്ങൾ ആലക്കോട് സർഗവേദി റീഡേഴ്സ് ഫോറം ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സാഹിത്യ പാഠശാല എന്നുള്ളത്. ആ സാഹിത്യ പാഠശാല നമ്മുടെ പ്രധാനപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള എൻ പ്രഭാകരൻ മാഷയുടെ ഒരു ആശയമായിരുന്നു. എൻ പ്രഭാകരൻ മാഷാണ് അത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചത്. സാഹിത്യം എന്നുള്ളത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അല്ലെങ്കിൽ കലാലയങ്ങളിലെ ഒരു പാഠ്യ വിഷയം മാത്രമല്ല, മറിച്ച് അത് സാധാരണക്കാർ കൂടി അത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. സാഹിത്യ സിദ്ധാന്തങ്ങൾ അവരും പരിചയപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് സാഹിത്യ പാഠശാല ആലക്കോട് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ സാഹിത്യ പാഠശാലയിൽ ആ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, ആ നാട്ടിലുള്ള കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, കച്ചവടക്കാർ, കുട്ടികൾ, അധ്യാപകർ, റിട്ടയർഡ് ആളുകൾ, സ്ത്രീകൾ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ സാഹിത്യ പാഠശാലയിൽ അവർ പേര് രജിസ്റ്റർ ചെയ്യുകയും ഞങ്ങളൊരു കോഴ്സായി 6 മാസത്തെ ഒരു കോഴ്സായി നടത്തുകയും ചെയ്തു. ഈ 6 മാസത്തെ കോഴ്സ് ക്ലാസ് എടുത്തത് മുഴുവൻ എൻ പ്രഭാകരൻ മാഷായിരുന്നു. ആ കോഴ്സിന് ശേഷം ഇവർക്കെല്ലാം ഞങ്ങൾ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. സാഹിത്യ പാഠശാല പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. അതിൻ്റെ ഒരു 2ാം പാർട്ട് എന്ന നിലയിലാണ് ഈ വീട്ടുമുറ്റ സാഹിത്യ ചർച്ച വരുന്നത്. അപ്പോൾ വീട്ടുമുറ്റ സാഹിത്യ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ അറിവിൽ ഷുക്കൂർക്കായുടെ വരാന്ത ചായപ്പീടിക ചർച്ചയുണ്ട്, ബഷീറിൻ്റെ പുഴയോര ചർച്ചയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്താൻ കാരണം, ഒന്ന്, നമ്മളൊരു സ്ഥിരം വേദി, നമ്മളൊരു ഒരു ഒരു ഇതുപോലൊരു ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാം വെക്കുമ്പോൾ അവിടെ ഒരു സ്ഥിരം വേദിയാണ്, സ്ഥിരമായി കുറച്ച് ഓഡിയൻസാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മറ്റുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം കൂടി ഉറപ്പുവരുത്താനാണ് വീടുകളിലേക്ക്, വീട്ടുമുറ്റത്തേക്ക് ഈ സാഹിത്യ ചർച്ചകൾ മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ, അയൽപ്പക്കത്തുള്ള ആളുകൾ, അപ്പുറത്തുള്ള കുട്ടികൾ, അങ്ങനെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പൊതുവേദിയിലേക്ക് വരാൻ മടിയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൂടി ആ വീട്ടുമുറ്റത്ത് ഒത്തുചേർക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാഹിത്യത്തിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള പല ആളുകളും ഇതുവരെ ഒരു അവസരം കിട്ടാതെ തൊട്ടടുത്ത വീട്ടുമുറ്റത്ത് ഒരു എഴുത്തുകാരൻ വരുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വരുന്നു, പിന്നീട് അവർ നമ്മുടെ പരിപാടികളിൽ സ്ഥിരമായിട്ട് വരുന്നു. അങ്ങനെ കുറേ അനുഭവങ്ങൾ. മറ്റൊന്ന്, ഒരു വീട്ടുമുറ്റം എന്നുള്ളത് നമ്മുടെ ഒരു സ്വകാര്യ ഇടം മാത്രമല്ല, മറിച്ച് ഒരു പൊതു ഇടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിഭാഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു കാലത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന വിശാലമായ ഒരു മാനവികതയുടെ ഒരു ലോകമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തെ എങ്ങനെ മാറ്റാം എന്നുള്ളൊരാശയം കൂടി ഇതിനകത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു വീട്ടുമുറ്റം എന്നുള്ളത് നമ്മുടെ വീട്ടിലെ സ്വകാര്യമായ ചില ചടങ്ങുകൾ നടക്കേണ്ട ഒരിടം മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരിടമാണ്. അവിടെ സാഹിത്യവും കലയും ഒക്കെ ചർച്ച ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാശയത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ വീട്ടുമുറ്റ ചർച്ച തുടങ്ങിയതോടുകൂടി വലിയ ഒരാൾക്കൂട്ടമാണ് വീട്ടുമുറ്റ ചർച്ചയിലേക്ക് പിന്നീട് വരാൻ തുടങ്ങിയത്. ഞങ്ങൾ കൃത്യമായി ഒരു വീട്ടിൽ മാത്രമല്ല ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച് ആ നാട്ടിലുള്ള പ്രദേശത്തുള്ള പല വീടുകളിലേക്ക് ഈ വീട്ടുമുറ്റ ചർച്ചകൾ മാറുകയും അങ്ങനെ ആ പ്രദേശത്തുള്ള ആ വീടിന് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വീട്ടിലേക്ക് വരികയും ആ വീട്ടിലൊരു വലിയ സന്നാഹം, അതിൻ്റെ തലേ ദിവസം മുഴുവൻ തന്നെ ചെറിയൊരു കല്യാണ വീടിൻ്റേതുപോലെ കസേര ഒരുക്കലും ഒക്കെ ആ തരത്തിൽ ഒരു വലിയൊരു കൂട്ടായ്മ കൂടി ഈ സാഹിത്യ ചർച്ചകൾക്കൊപ്പം അവിടെ ഉണ്ടാവുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ മഴക്കാലത്ത് ഈ വീട്ടുമുറ്റ ചർച്ചകൾ നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ പരീക്ഷിച്ച മറ്റൊരു കാര്യം വീട്ടക സാഹിത്യ ചർച്ച എന്നുള്ളതാണ്. വീട്ടുമുറ്റത്തെ പോലെ വലിയ ജനപങ്കാളിത്തം അവിടെ ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും അത് ഞങ്ങൾ മറ്റൊരു തരത്തിലാണ്. ആളുകൾ വരുന്നു, പരസ്പരം സംസാരിക്കുന്നു, പുസ്തകമുണ്ടെങ്കിൽ വായിക്കുന്നു, പാട്ട് പാടുന്നു, കുശലം പറയുന്നു. ആ തരത്തിൽ തികച്ചും അനൗപചാരികമായിട്ടുള്ള ഒരിടമായിട്ട് വീട്ടക ചർച്ചകളും ഞങ്ങൾ മഴക്കാലത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വായനക്കാരും എഴുത്തുകാരും തമ്മിൽ ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ നിന്ന് സംസാരിക്കുന്നതിന് എത്രയോ അടുത്ത് ഇവർ തമ്മിൽ ഇടപഴകുന്നതിനും കുറച്ചുകൂടി ഇൻട്രാക്ഷനൊക്കെ വളരെ വ്യക്തിപരമായ രീതിയിലൊക്കെ വായനക്കാരുമായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ ഈ വീട്ടുമുറ്റ വായന സാഹിത്യ ചർച്ചകൾ ഇടയായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റുള്ളവർ സംസാരിക്കേണ്ടതുകൊണ്ട് ഇനി മറ്റെന്തെങ്കിലും വിഷയം വന്നാൽ ഇടപെടാം. ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം നമ്മൾ വായനയുടെ ഇതിനെക്കുറിച്ചാണ് ആദ്യം പറയാൻ പറഞ്ഞത്. അപ്പോൾ സംഘടനയുടെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിതിൽ നേരത്തെ വായനയുടെ ആ ഒരു രംഗത്ത് ഉണ്ട്, അതുപോലെ അത് ചർച്ച ചെയ്യുന്ന രംഗത്തുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ലൈബ്രറികളിലായിരുന്നു ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും എല്ലാ കുറേ അടുത്തടുത്തുള്ള ഒരുപാട് ലൈബ്രറികളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോഴും അതൊരു വല്ലാതെ ഒരു ചട്ടക്കൂടിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഈ നാട്ടിൻപുറത്തുള്ള വളരെ ചെറിയ ഗ്രാമങ്ങളിൽ, ചെറിയ ഇടങ്ങളിൽ ഇത്തരം പരിപാടികളായിട്ട് പോകുന്നത്. അതിൽ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രാവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത ഇത് ശ്രീനാരായണൻ്റെ അനുകമ്പ ദശകമായിരുന്നു. അത് വളരെ പ്രയാസമുള്ള, ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ പ്രയാസമുള്ളതാണല്ലോ. ഈ നവോത്ഥാന നായകന്മാരുടെ സാഹിത്യകൃതികളൊക്കെ തന്നെ ആളുകൾ എന്തോ വലിയ സംഭവമാണെന്ന് ഭയപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം എന്നോട് ചോദിച്ചു, എന്തിനാണ് ഇതെടുത്ത്? അവിടെ ഒരു വായനശാലയുടെ പേര് ശ്രീനാരായണ ഗ്രന്ഥാലയം എന്നാണ് ഞങ്ങൾ പരിപാടി നടത്തുന്നിടത്ത്. അപ്പോൾ ആ പേരിൽ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് ഞങ്ങളെ സെക്രട്ടറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇത് തന്നെ നിന്നോട്ടെ. അങ്ങനെയാണ് അനുകമ്പ ദശകം ചർച്ച ചെയ്യുന്നത്. അനുകമ്പ ദശകം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചിലർ പറയുന്നത്, ഇത് ഇത്രയും സുന്ദരമായ സാധനമായിരുന്നു എന്ന്. അത് അങ്ങനെയാണ്, അത് അത്രയും സുന്ദരമായ ഒരു ഇതാണോ എന്നുള്ള തരത്തിലേക്ക് ചർച്ച വന്നു. അതുപോലെ ഞങ്ങളെ അനുഭവങ്ങൾ ഇങ്ങനെ നാട്ടിൻപുറത്താണെങ്കിൽ വളരെ റിമോട്ടായ ഗ്രാമങ്ങളിൽ ഗീതാഞ്ജലി ചർച്ച ചെയ്തിട്ടുണ്ട്. ആരും വിശ്വസിക്കില്ല. മാലൂരിലുള്ള നെട്ടാറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നെട്ടാറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ഗുഡ് എർത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വന്നിട്ടില്ലേ വരണം, ഒരു കാണേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ അത്. അവിടെ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ സാധ്യതയുള്ള ഇതാണ്. അവിടെ വെച്ചിട്ട് ഗീതാഞ്ജലി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഗീതാഞ്ജലി എന്ന് പറഞ്ഞാൽ ഇത് അപകടം പിടിച്ച സാധനമല്ലേ, ഗീതാഞ്ജലിയൊക്കെ ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ചർച്ച ചെയ്യുക, ഗീതാഞ്ജലിയൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഗീതാഞ്ജലി ചർച്ച ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ തരത്തിൽ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ അതുപോലെ നമ്മളെ വാഗുടാനന്ദ ഗുരുദേവൻ, വാഗുടാനന്ദനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊക്കെ പറയുമ്പം ഭയങ്കര സംഭവമല്ലേ. പക്ഷെ വാഗുടാനന്ദനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ആളുകളുടെ കൗതുകം വളരെ വലിയതായിരുന്നു. അപ്പം അങ്ങനെ ഓരോ ഇതിനെയും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ് അത്. ആ തരത്തിൽ നാട്ടിൻപുറത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നാട്ടിൻപുറത്ത് ആളുകൾ പിറകോട്ട് പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോയത് കൊണ്ട് തന്നെ ഇപ്പം വായനയുടെ പുതിയ ഒരു സംസ്കാരം രൂപപ്പെട്ടു വരും. അത് പ്രസാദ് മാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയതാണ്. അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ നമ്മൾ ഗ്രന്ഥാലയങ്ങളിൽ 10 പുസ്തകങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ജില്ലാ ഇതിൻ്റെ ഇത് ഓർമ്മയില്ലേ? അപ്പോൾ അതിൽ ഞങ്ങൾ ആൽഫ എന്ന് പറഞ്ഞൊരു നോവൽ ചർച്ച ചെയ്തു. ആൽഫ TD രാമകൃഷ്ണൻ്റെ കുറച്ച് ടഫായ സാധനമാണ്. ഈ സാധനം ചർച്ച ചെയ്തിട്ട് അത് കേട്ടപ്പോൾ പറഞ്ഞ ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലേ. ആൽഫ കണ്ടിട്ട് എടുക്കാണ്ട് വെച്ച് പോയ ആൾക്കാരാണ് എല്ലാവരും. എന്തോ ഭയങ്കര സാധനമാണെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മളെ അനുഭവം എന്താ പറഞ്ഞാൽ, പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോഴും ഈ പരിപാടിയിൽ വേണ്ടത്ര വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം. അതാണ്. ബാക്കി പഴയ തലമുറ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും പഴയ തലമുറ വന്നാടെ ഇരിക്കുന്നുണ്ട്. സ്ത്രീകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. യുവാക്കൾ അപൂർവമായിട്ട് വരുന്നുണ്ട്. സ്ഥിരം വായിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ തോതിൽ നമ്മൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത്, അല്ലെ ആരോടാണ് സംവദിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അവർ വരുന്നില്ല എന്നുള്ള ഒരു ചെറിയ പ്രശ്നം ഞങ്ങൾക്കുണ്ട്. അത് എല്ലായിടത്തും അതുണ്ട്. പ്രസാദ് മാഷ്ക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇവർ ഷുക്കൂറിൻ്റെ ചായപ്പൊടിയിൽ ഞാൻ പോയിട്ടുണ്ട്. ഷുക്കൂറിൻ്റെ ചായപ്പൊടിയിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇവിടെ കുറച്ച് പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല അനുഭവമായിരുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഈ പുസ്തക ചർച്ചയിലേക്ക് വരുന്ന ഇപ്പം കോവിഡിന് ശേഷമാണ് പ്രധാനമായിട്ടും. കോവിഡിന് ശേഷം ആളുകൾക്ക് തന്നെ ഒറ്റ ഉൾവലിയിൽ വലിഞ്ഞിട്ട് ആരും കാണാനില്ല. കുത്തുറുമ്പൽ ഞങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാൽ ടൗൺ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 25 ആളുണ്ടാവും. അരമണിക്കൂർ കൊണ്ട് 25 ആളുണ്ടാവും. ശ്രീകുമാർ കാണലുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ 25 ആളെ എങ്ങനെ വരുന്നു എന്ന് അറിയില്ല. കോവിഡിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ ഗൂഢാലോചന നടത്തുന്നത്? കാര്യം വെച്ചാൽ ഓരോ ആൾ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാം കൂടി ഒരു 25 ആൾ ഒരു അരമണിക്കൂറിനകം അവിടെ ഉണ്ടാവും. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ചിരിച്ച് അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്യും. പക്ഷേ കോവിഡ് കഴിഞ്ഞപ്പോൾ ചില ബ്രോക്കർമാർ മാത്രമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറലുമില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വായനയുടെ പോക്ക് ചിലപ്പോൾ ബുദ്ധിജീവി സദസ്സുകളിൽ വായന നല്ല ഇതുണ്ടാവും, അല്ലെങ്കിൽ പുസ്തകോത്സവത്തിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ പിന്നെ വായനയുടെ അങ്ങനെയുള്ള ഇതിലൊക്കെ തന്നെ ഒരുപാട് വായനയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ നാട്ടിൻപുറത്ത് നിർബന്ധിത വായന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങൾ നാട്ടുണർവ് സാംസ്കാരിക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഇതിലാണ് ഇപ്പം കൂടുതൽ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ വിവിധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗമാണ് ഈ പുസ്തക ചർച്ചയും പുസ്തക സംവാദവും, അതുപോലെ വായനാ അനുഭവങ്ങൾ പങ്കുവെക്കലും, അതുപോലെയുള്ള വിവിധങ്ങളായ പരിപാടികൾ. അപ്പോൾ ആ പരിപാടികളൊക്കെ തന്നെ ശരിക്കും വലിയ വിജയമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം 10-ാം തീയതി ഞങ്ങൾ പീതൻ കെ വയനാട് എന്ന പേരായിട്ടുള്ള ഒരു നാട്ടുമ്പുറത്തെ എഴുത്തുകാരെ
ഇതുവരെ ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ദേശാഭിമാനി വാരികയിലും അതുപോലെയുള്ള ഇതിലൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിൽക്കുന്നവർക്കൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു കവിതാ സമാഹാരം, അത് ആ കവിതയാണ് എല്ലാം ഉന്നതമായ നിലവാരം പുലർത്തുന്നത്. വെറും ഇതല്ല, സാധാരണ ഒരു എഴുത്തല്ല. ഇയാൾ ഗൾഫിലെ അനുഭവമുള്ള മനുഷ്യനാണ്. അയാൾ പുസ്തകം ആദ്യമായിട്ടാണ് ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്ത് തോലമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു നാടകക്കാരൻ്റെ വീട്ടിൽ വെച്ചാണ്. ഇവിടെ ആരോ നാടകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. നാടകക്കാരനായിട്ടുള്ള സുരേഷ് തോലമ്പ്രയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത്. അത് അവൻ തന്നെ പറഞ്ഞാണ്, എൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച ചെയ്യണം. അങ്ങനെ സംഘടിപ്പിച്ചു. മഴയില്ലാതെ കൊണ്ട് രക്ഷപ്പെട്ടു. 65-70 ആളുകൾ പങ്കെടുത്തു, വളരെ ചെറിയൊരു സ്ഥലത്ത്. അതിൽ ഈ പീതൻ കെ വയനാട് പറയാണ്, എൻ്റെ പുസ്തകം ആദ്യമായിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അയാൾ ഒരു 70 വയസ്സുള്ള ആളാണ്. 70 വയസ്സുള്ള ആളാണ്, നല്ല കവിയാണ്, പക്ഷെ ആരും അറിയപ്പെടുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, ബേസിക്കലി ആലക്കോടുകാരനാണ്. അയാൾ വയനാട് പേര് വെച്ചുകൊണ്ട് തീരെ അറിയുന്നില്ല. ഇങ്ങനെ ഒരു അനുഭവമുണ്ട്. വളരെ വലിയൊരു സന്തോഷമുള്ള അന്തരീക്ഷമായിരുന്നു. മൂപ്പർക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. എന്നോട് പറയാണ്, എൻ്റെ വീട്ടുമുറ്റത്ത് വെക്കണം ഇത്. ഞാൻ പറഞ്ഞു റെഡി, പക്ഷെ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറിട്ട വഴികളിലൂടെ പോകുമ്പോൾ കുറേ ആളുകൾ നമ്മൊപ്പം ചേരാൻ തയ്യാറാവുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു അനുഭവം. മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം. സർഗാത്മകത എന്നാൽ പുതിയതും ആവേശകരവുമായ കാര്യങ്ങൾ കണ്ടെത്തി കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിക്കുക, ക്രിയേറ്റിവിറ്റി എന്നതാണ്. വി.ജെ. ജെയിംസിൻ്റെ ചോരശാസ്ത്രത്തിൽ അതിൽ പറയുന്നുണ്ട്, വാഗ്വാദങ്ങൾ 2 അഹങ്കാരങ്ങളുടെ കൂട്ടിമുട്ടലുകളാണ്. അത് സത്യാന്വേഷണത്തിന് യാതൊരു ഗുണവും ചെയ്യില്ല. സ്വതന്ത്ര ചിന്തയുണ്ടാകുക, ഓരോ വായനക്കാരനും സ്വതന്ത്ര ചിന്തയുണ്ടാകുക. ഈ സ്വതന്ത്ര ചിന്തയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും കൂടി ബാധിച്ചത്. ഓരോരാൾക്കും വ്യക്തിപരമായ അടിമകളല്ലാത്തൊരു സ്വതന്ത്ര ചിന്ത ഉണ്ടാകുക. ഞാൻ ചോദിച്ചത് കുടിക്കാൻ ഇത്തിരി വെള്ളമാണ്, അവൾ കാച്ചിയത് കുളിക്കാനും, എന്നിട്ടെന്തെങ്കിലും നാട്ടുകാരിൽ എന്നെ കുളിപ്പിച്ചത്. ഈ സമയത്ത് മടിയായി പോകാം. കൊറോണയെല്ലാം വന്നിട്ട് നമ്മൾ കണ്ടില്ലേ. പിന്നെ എഴുത്തുകാരനെ ഒരു വലിയ ഉന്നതിയിലേക്ക് കാണുന്ന ഒരു സംഭവമാക്കി എടുക്കുക. ചില ആൾ കളിയാക്കിയിട്ടുണ്ട് ഫോട്ടോ സെഷൻ എന്നും പറഞ്ഞിട്ട്.